എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ഓഗസ്റ്റ് 15 വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിൽ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും അതുപോലെ ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് നൽകാനായിട്ട് നിങ്ങൾക്ക് നിലവിൽ ഇടുക്കി അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പരിയാരം ഗവൺമെൻറ് കോളേജ് എന്നിവയാണ് INC ലിസ്റ്റിൽ, അതായത് അപ്രൂവൽ ലഭിക്കാത്തതായിട്ടുള്ളത്. ബാക്കി എല്ലാ കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് ഇതിൽ ഇടുക്കിയും അതുപോലെ തന്നെ കണ്ണൂരിലെ പരിയാരം നഴ്സിംഗ് സ്കൂളിലുമാണ് അലോട്ട്മെൻറ്റ് കിട്ടാത്തതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ ഒരു കോളേജ് കൂടി ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും NRI കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ NRI കോട്ട സീറ്റും അതുപോലെ തന്നെ മൈനോറിറ്റി സീറ്റ് കാണാം. മൈനോറിറ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഉൾപ്പെട്ടവർ മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാവൂ. അതുപോലെ NRI കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക് NRI കോട്ടയിൽ ഏകദേശം 1,01,00,000 രൂപയാണ്, അതായത് 1,00,000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI ഡോക്യുമെൻറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാവൂ. കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് SC ST വിഭാഗമാണ്, അപ്പോൾ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷനിലുള്ള, അതായത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ബ്രദേഴ്സ്, അതുപോലെ അടുത്ത കസിൻസ് എന്നിവർ ആരെങ്കിലും വിദേശത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് NRI കോട്ടയിലേക്ക് അപേക്ഷിക്കാം. എന്നാൽ നിങ്ങൾക്ക് NRI ഡോക്യുമെൻറ്റ് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കാൻ സാധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI ഡോക്യുമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാവൂ. അതുപോലെ തന്നെ ഒരു വർഷം 1,50,000 രൂപയാണ് NRI കോട്ട സീറ്റിലേക്ക് വരുന്നത്, അതായത് ഏകദേശം ഒരു 40,000 രൂപ എക്സ്ട്രാ ആയിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് ഏകദേശം 1,13,000 രൂപയാണ് ആദ്യ വർഷം വരിക. പിന്നീട് 1,02,000 രൂപയാണ് പിന്നീട് വരുന്ന വർഷങ്ങളിൽ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസ് ഇനത്തിലുമായിട്ട് ടോട്ടലായിട്ട് വരിക. അതുപോലെ NRI കോട്ടയിൽ ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 1,50,000 രൂപയാണ് ഫീസ് വരുന്നത്. NRI കോട്ട അല്ലാത്ത സീറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയാണ് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണം, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെ, അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ എത്ര ഓപ്ഷൻ നൽകി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എത്രാമതായിട്ടാണ് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെയുള്ള ഈ ഒരു ബോക്സ്, ഓപ്ഷൻ നമ്പറിൻ്റെ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 75 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒരു 10ാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ 1ാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ 1 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അടുത്തതായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1ാമതായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം 1ാമത്തെ ഓപ്ഷൻ 2ാമതായിട്ടും അതിനുശേഷം അടുത്ത ഓപ്ഷനുകളും ഇതേ രീതിയിൽ നെക്സ്റ്റ് ഓപ്ഷനുകളായിട്ട് മാറുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ അടുത്തതായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് അതിനു നേരെയുള്ള ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്പർ അറിയില്ല, അത് ഏറ്റവും അവസാനമായിട്ടുള്ള, അതായത് ഏറ്റവും ലാസ്റ്റ് കൊടുത്തുള്ള ഓപ്ഷൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് വരേണ്ടതെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഏറ്റവും മുകളിലേക്കുള്ള ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള
കോളേജുകൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എത്രാമതായിട്ടാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നമ്പർ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിന് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സേവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ BSc നഴ്സിംഗ് മാത്രമല്ല മറ്റ് ഒരു MLT അതുപോലെ തന്നെ BPT BOT അതുപോലെ തന്നെ BCVT എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കോളേജുകളുണ്ട്. അത് കോളേജിലെ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകാം. പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ BCVT കാണാം, അതുപോലെ തന്നെ മറ്റ് വിവിധ കോളേജുകൾ അതായത് കോഴ്സുകൾ കാണാം. അതായത് BA SLP കോഴ്സ് കാണാം, അതുപോലെ ഒപ്റ്റോമെട്രി കാണാം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള ഓപ്ഷൻസ് നിങ്ങൾ നൽകുക. അതുപോലെ നിരവധി കോളേജുകളും കോഴ്സുകളുമാണുള്ളത്. നിങ്ങളുടെ താല്പര്യപ്രകാരം എത്രാമത്തെ ഓപ്ഷൻസ് ആയിട്ടാണ് അത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിലവിൽ ഇത്രയും ഓപ്ഷൻസാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എത്രാമത്തെ ഓപ്ഷനാണ് എന്നുള്ളത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഓപ്ഷനുകളും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർ ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ ഓപ്ഷൻസും അവിടെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ എത്രാമതായിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്തത് ആ ഒരു ഓപ്ഷൻസ് ആയിട്ട് വരുന്നതാണ്. ഇനി അതല്ല ഏറ്റവും അവസാനമായിട്ടാണ് നിങ്ങൾ ഓപ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഏതാണോ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 10 ഓപ്ഷനാണ് കൊടുത്തതെങ്കിൽ അടുത്ത 11ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര കോളേജുകളും ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് പുതിയതായിട്ട് ഈ ഒരു ഓപ്ഷൻസ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകൾ ഈ ഒരു രീതിയിൽ ഏത് കോഴ്സാണ്, അതിന് ട്യൂഷൻ ഫീസ് എത്ര വരുന്നുണ്ട്, സ്പെഷ്യൽ ഫീസ് എത്ര വരുന്നുണ്ട്, അതുപോലെ ഏത് ടൈപ്പാണ്, അത് സെൽഫ് ഫിനാൻസ് ആണോ ഗവൺമെൻറ് ആണോ, അതുപോലെ ഓപ്ഷൻ നമ്പർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക, 23,170 രൂപയാണ്. അതുപോലെ തന്നെ അവിടെ സ്പെഷ്യൽ ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ MLT ആണെങ്കിൽ MLT ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 20,860 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു MLT ആണെങ്കിൽ സ്പെഷ്യൽ ഫീസ് വരുന്നില്ല. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ഏകദേശം 80,850 രൂപയാണ് ഈ ഒരു സാധാരണ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ വരുന്നത് സ്പെഷ്യൽ ഫീസ് 14,500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അതിനുശേഷം പ്രിൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് പ്രിൻ്റ് ഔട്ടായിട്ട് അതായത് PDF രൂപത്തിലേക്ക് വരുന്നതും ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫയൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ഉണ്ടാകും ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞ് ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിളിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് എത്ര നൽകി കഴിഞ്ഞാൽ സേവ് ചെയ്യുകയും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ അതിന് നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. അതുപോലെ ആ ഒരു ഓപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അവിടെ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് നൽകിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത ശേഷം ആ ഒരു ഓപ്ഷൻ പൂർണ്ണമായിട്ടും അതിനെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒഴിവാക്കപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ ഈ ഒരു വൈകുന്നേരം വരെ ആണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ നമ്പർ നൽകി അതായത് ഓപ്ഷൻ നമ്പർ ബോക്സിൽ നൽകുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുകയോ നിങ്ങൾക്ക് ഇത്രാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ബോക്സിൽ നൽകുകയും അതിനുശേഷം സേവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ്
പുതുതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത എത്രാമത്തെ ഓപ്ഷൻ നമ്പറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് അത് സെറ്റ് ചെയ്യപ്പെടുന്നതാണ്, അത് സേവ് ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം ഓപ്ഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്യാനും അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഈ ഒരു ഓഗസ്റ്റ് 18-ാം തീയതി രാവിലെ 10 മണി വരെ അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.